ജാംഗറി അല്ലെങ്കിൽ ജിലേബി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് പിടിക്കുന്ന രീതിയിൽ നമുക്ക് അപ്പച്ചട്ടിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ 1 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ ഉമിഴ്ത്തി വെച്ചിട്ട് നന്നായിട്ട് വടയ്ക്ക് അരയ്ക്കുന്നത് പോലെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. ഒന്നുകിൽ അതിൻ്റെ കൂടെ പച്ചരിയും കൂടെ ചേർത്ത് ഉമിഴ്ത്തി അരച്ചെടുക്കുക. അല്ലെങ്കിൽ അരച്ചതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിനാവശ്യത്തിനുള്ള ഓറഞ്ച് കളറും കൂടെ ചേർത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ മാവ് ഇതുപോലെ ഫില്ല് ചെയ്ത് അറ്റത്തൊരു ചെറിയ ഹോളിട്ട് കാണിക്കുന്നത് പോലെ ചുറ്റിയെടുക്കുക. ഇപ്പോൾ ഇതുപോലെ ചുറ്റാൻ അറിയാത്തവർക്കും ആ കുഴിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റൊരു ജിലേബിയുടെ ഷേപ്പ് അത് ഹോൾഡ് ചെയ്തോളും. അതുകൊണ്ട് എല്ലാവർക്കും ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ചുറ്റിച്ചതിന് ശേഷം ഒന്ന് വെന്ത് വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഒച്ച അടങ്ങുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് പഞ്ചസാര സിറപ്പിലേക്ക് മാറ്റാം. അതിനായിട്ട് 2.5 മുതൽ 3.5 ഗ്ലാസ് വരെ പഞ്ചസാര എടുക്കാം. അത് ഒറ്റക്കമ്പി പരുവത്തിൽ പാക് തയ്യാറായി വരുമ്പം അതിലേക്ക് ഏലക്കാപ്പൊടിയും ശകലം റോസ് വാട്ടറും ഓറഞ്ച് കളറും ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടെ പിഴിഞ്ഞ് വറുത്ത് വെച്ചിരിക്കുന്ന ജിലേബി ഇതിൽ നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ മാറ്റി കൂടുതൽ സിറപ്പ് വാലാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെ നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ജിലേബി അല്ലെങ്കിൽ ജാംഗറി എന്ന് പറയാം. ഇതുപോലെ ചെറിയ ചെറിയ ജിലേബി നമുക്ക് അപ്പക്കാരയിൽ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. എത്ര ജ്യൂസിയാണെന്ന് മുറിച്ച് കാണിക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. ഉണ്ടാക്കി വരുമ്പം ശകലം മൊരുമൊരുപ്പ് കാണും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഈ രീതിയിൽ ചെറിയ ജിലേബി തയ്യാറാക്കി നോക്കുക.